ഹായ്, എനിക്ക് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ചക്ക കിട്ടുന്നത്. സന്ദീപ് ഒഴുകൂരിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ്. ഞാൻ കുറച്ച് വറക്കും, കുറച്ച് പുഴുകും. പുഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി പുഴുക്ക, കിഴിപ്പുഴുക്ക്. അതെങ്ങനെയാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാവേ. അപ്പം എല്ലാവരും വന്നേ അരിയാനും പറക്കാനും ഒക്കെ ഞാൻ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരത്തില്ല. നാത്തൂന എന്നാ സ്പെഷ്യല്? ബിരിയാണി. അപ്പം ഞങ്ങളുടെ ചക്കപ്പുഴുക്ക് റെഡിയായി. ചക്കപ്പുഴുക്കൊന്നും പുഴുങ്ങുന്നത് കാണിക്കാതിരിക്കുന്നത്, ചക്കപ്പുഴുക്കിൻ്റെതും ബീഫിൻ്റെയും പോർക്കിൻ്റെയും ചിക്കൻ്റെയും എല്ലാം വിശദമായ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ആവശ്യമുള്ളവർക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, എല്ലാവർക്കും കിട്ടും. അപ്പം ഞാനിത് വെറൈറ്റി ആയിട്ട് ചക്കപ്പുഴുക്ക് കിഴി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ വാഴയില എടുത്ത് ഞാൻ വാട്ടി. അപ്പം വാഴയിലക്കകത്തോട്ട് ആദ്യമേ ഒരു ലെയർ പുഴുക്ക് വെക്കുവാണേ. ആദ്യത്തെ ലെയർ ചക്കപ്പുഴുക്ക് റെഡിയാക്കി വെച്ചു. ആദ്യത്തെ ലെയറിൽ നമ്മൾ പോർക്കാണ് വെക്കാൻ പോണത്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കൊടുക്കാം. നമുക്ക് രണ്ടാമത്തെ ലെയറിൽ ചിക്കൻ വറുത്തതാണേ. ഇനി ഇത് മൂന്നാമത്തെ ലെയറിൻ്റെ ആണേ. നമുക്കതിലേക്ക് ബീഫ് കറി ഒഴിക്കാം. ഇനി കിഴി നമ്മൾ ചക്കപ്പുഴുക്കൊണ്ട് തന്നെ ഇങ്ങനെ കവർ ചെയ്ത് അടയ്ക്കുക. എല്ലാം കവർ ചെയ്ത് സെറ്റായി. അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല ആട്ടിയ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ലേശം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇനി ഇങ്ങനെ കിഴി കൂട്ടി കെട്ടുവാണ്. ഇതൊരു 5 പേർക്ക് കഴിക്കാനുണ്ട്. കിഴിയെല്ലാം കെട്ടി സെറ്റായിട്ടുണ്ട്. ബാക്കിത്തെ കാണിച്ചു തരാൻ വന്നേ. എല്ലാവരും ഈ കിഴിയെ എണ്ണയിലാ ചെയ്യുന്നത്. പക്ഷെ ഞാനിതൊരു വെറൈറ്റിക്ക് ഇതേണ്ട ആവിയിലാണ് വെക്കുന്നത്. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് വീണ്ടും ഒന്നുകൂടെ ചെയ്യുന്നത്. 1/2 മണിക്കൂറിന് മേളിലായി. നമുക്കത് തുറന്നു നോക്കാവേ. എന്നും സ്മെല്ലല്ലേ. വാ, ഞങ്ങളിത് കിഴി അഴിക്കുവാണേ. നല്ല മണമുണ്ടല്ലേ. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോഴേ ഇത്രയും ഒരു ഇതായില്ലായിരുന്നു കേട്ടോ. നോക്കിക്കേ. ഓ, ഇതിൻ്റെ മണം തന്നെ അടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഒരു കഷ്ണം കഴിച്ചു നോക്കട്ടെ. അടിപൊളി സാധനം. സൂപ്പർ. കപ്പ ബിരിയാണി ഇന്നും ഇത്ര ഒത്തില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് ഇത്ര ഒത്തില്ല. അടിപൊളി സാധനം, സൂപ്പർ സാധനം. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. കപ്പ കഴിച്ചോ. ചൂടാ ചൂട്. അപ്പം ടാറ്റാ ബൈ ബൈ. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം.